പഠിച്ചു. അച്ഛമോളായിരുന്നു ചിന്ത? അച്ഛമോള് തന്നെയാണ്. മമ്മിയായിട്ട് എപ്പോഴും ഉടക്കാണ്. കാരണം എനിക്ക് എപ്പോഴും തോന്നി പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീൽ എപ്പോഴും തോന്നും. പിന്നെ ചെറിയ പ്രയാസമുണ്ട്. കാരണം പപ്പ ഡയബറ്റിക് ആണല്ലോ, അപ്പം ആംബ്യൂട്ടേഷൻ വേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് ആ വാക്ക് തന്നെ അന്നൊരു പുതിയ വാക്കാണ്. ഞാനത് എന്താന്ന് നോക്കുമ്പം കാല് മുറിക്കണം എന്നതാണ്. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടറാണ് വിളിച്ചിട്ട് പറഞ്ഞ് എന്താ ആരുണ്ട് കൂടെ, ആരുണ്ട്? അപ്പം ഞങ്ങളില്ല, ഞങ്ങളെ ഉള്ളൂ പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വന്നപ്പോഴേ മരണപ്പെട്ടു. എനിക്ക് വലിയ പ്രയാസമാണ് അത് ഓർക്കുമ്പോൾ മനസ്സിൽ. എസ്തർ അനിലിന്റെ അനശ്വരയുടെ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അവർ പറയുന്നുണ്ട് ഈ ക്യാമറ ആംഗിളുകൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ആത്യന്തികമായി ബിസിനസ്സിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത്, പണം സമ്പാദിക്കുക എന്നുള്ളത്. പക്ഷെ പണം സമ്പാദിക്കാൻ ഇങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തെ മോശപ്പെടുത്തിക്കൊണ്ട് എന്തിന് ചെയ്യുന്നു എന്നുള്ളതാണ്. 4 വയസ്സ് തൊട്ടൊക്കെ പ്രസംഗ മത്സരങ്ങൾക്ക് കൊണ്ടുപോകും. പലരും ചോദിക്കും, ഇവർക്ക് അച്ഛനും അമ്മയ്ക്കും സ്കൂളിലൊന്നും പോകണ്ടേ, പഠിപ്പിക്കാൻ പോകണ്ടേ, ഈ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ മത്സരങ്ങൾക്കെല്ലാം പോവാം. എനിക്കിപ്പോഴും ഷായും ഒന്നും കറക്റ്റ് ആവില്ല. പപ്പ പണ്ട് സ്ഥിരം എന്നെ അത് പറഞ്ഞ് തിരുത്തുമായിരുന്നു. ഏത് പക്ഷത്തായിരിക്കണമെന്നൊരു തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നില്ല. കാരണം ചെറുപ്പം തൊട്ട് ഫീഡായി അത് എൻ്റെ ഉള്ളിൽ ആ ഒരു ബോധം എപ്പോഴും ഉണ്ടായിരുന്നു. നമസ്കാരം. നമസ്കാരം. ഈ നമ്മള് ചാനലിലൊക്കെ കാണുന്ന ഒരു ചിന്താ ജെറോമുണ്ട്, ഈ തീപ്പൊരിയാൽ സംസാരിക്കുന്ന ചിന്താ ജെറോം. എപ്പോഴും ഈ പറയുന്ന പോലെ ട്രോളുകളാൽ ചുറ്റപ്പെട്ട, അല്ലെങ്കിൽ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർ. പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് നമ്മുടെ ക്രൂ ഒക്കെ പറയുമായിരുന്നു അങ്ങനെയല്ലല്ലോ ഇൻ റിയൽ എന്ന്. എങ്ങനെയുള്ള ഒരാളാണ് പിന്നെ ചിന്താ ജെറോം? ഈ വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ വീട്ടിലെ അമ്മയും മകളും മാത്രമുള്ള സമയത്ത് ചിന്ത എങ്ങനെയുള്ള ഒരാളാണ്? ഞാനിതുപോലൊക്കെ തന്നെയാണ്. എനിക്കറിയില്ല, ട്രോളുകളൊക്കെ വരുന്നത് നമ്മൾ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഭാഗം എടുത്തിട്ട് അങ്ങനെ വരുന്നതല്ലേ, അത് രസമല്ലേ. അല്ല വേറെന്താ, ഞാനിതുപോലൊക്കെ തന്നെ, എല്ലാരെയും പോലെ തന്നെ വളരെ സാധാരണമായിട്ട്. പൊതുവെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടോ? അതായത് ചിന്തയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര തീപ്പൊരിയാണ്, ആളുകളെ നമ്മൾ കൂടുതലും പോകുന്നത് ചാനൽ ഡിസ്കഷൻസിലൊക്കെ ആണല്ലോ. അപ്പൊ അതില് വരുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ അഭിപ്രായം പറയുമ്പം കുറച്ച് ഷാർപ്പായിട്ട് പറയും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. പക്ഷെ നമ്മള് ഫ്രണ്ട്സുമായി സംസാരിക്കുമ്പോഴും അല്ലെ വീട്ടിലിടപെടുമ്പോഴും നമുക്ക് പരിചയമുള്ള കാർക്കശ്യമല്ല, നമ്മുടെ ഒരു നിലപാടിൽ നല്ല കാർക്കശ്യത്തോടു കൂടി നിൽക്കുമല്ലോ നമ്മൾ. അല്ലാതെ ഇപ്പം നോർമലി ഇടപെടുമ്പോ അങ്ങനെയൊന്നും ഇല്ല, സാധാ പോലെ. നമ്മൾ ഈ ചിന്തയുടെ എപ്പോഴൊക്കെ ചിന്തയെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ഈ അറുത്തു മുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ നല്ല അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖമാണ് എപ്പോഴും എല്ലാവർക്കും ഓർമ്മ വരിക. എപ്പോൾ മുതൽ ഇങ്ങനെ ഇത്രയും ശുദ്ധമായിട്ട് മലയാളം സംസാരിക്കുന്നത്? അതിൽ അച്ഛൻ്റെ ഒരു പങ്കാണ് കൂടുതലായിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അപ്പൊ അവര് ഗദാഫി പറഞ്ഞ പോലെ കുറേ വർഷം കാത്തിരുന്നിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പൊ അവരുടെ ഒരു ആഗ്രഹമായിരിക്കും. എനിക്ക് എപ്പോഴും പുസ്തകങ്ങളെല്ലാം വായിക്കാൻ തന്നു. എന്നിട്ടൊരു 4 വയസ്സ് തൊട്ടൊക്കെ പ്രസംഗ മത്സരങ്ങൾക്ക് കൊണ്ടുപോകും. പലരും ചോദിക്കും, ഇവർക്ക് അച്ഛനും അമ്മയ്ക്കും സ്കൂളിലൊന്നും പോകണ്ടേ, പഠിപ്പിക്കാൻ പോകണ്ടേ, ഈ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ മത്സരങ്ങൾക്കെല്ലാം പോവാം. അപ്പൊ പ്രസംഗ മത്സരം അന്ന് ആദ്യം വിഷയം തരും. അപ്പം എന്നെ കാണാതെ പഠിപ്പിച്ച്, വീട്ടിൽ വരുന്ന ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിന്ന് പറയാൻ പറഞ്ഞ ആ സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റി. അപ്പം മത്സരങ്ങളുടെ ഒരു ജഡ്ജിങ് മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അക്ഷരശുദ്ധി. ഇംഗ്ലീഷ് വാക്കുകളൊന്നും കടക്കാതെ മലയാളം തന്നെ പറയണം. അപ്പൊ അതിനുവേണ്ടി എന്നെ ഇങ്ങനെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. എല്ലാം ഒന്നും ശുദ്ധമായിട്ടൊന്നും അല്ല പറയുന്നത്. എനിക്കിപ്പോഴും ഷായും ഒന്നും കറക്റ്റ് ആവില്ല. പപ്പ പണ്ട് സ്ഥിരം എന്നെ അത് പറഞ്ഞ് തിരുത്തുമായിരുന്നു. അതിപ്പോഴും എനിക്ക് ചിലപ്പോൾ ചില വാക്കുകൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും. അതിപ്പം അതിൽ കാര്യമൊന്നുമില്ല. എന്നാലും ആ ഒരു 5 മിനിറ്റ് പ്രസംഗങ്ങളാണ് കേട്ടോ. ഈ 5 മിനിറ്റ് മുമ്പ് വിഷയം തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് 5 മിനിറ്റ് സംസാരിക്കണം. അപ്പൊ അതിന് അവിടെ നിൽക്കുന്ന ആളുകളെയൊക്കെ പിടിച്ചിരുത്താൻ വേണ്ടിയൊക്കെ കുറച്ച് ഒച്ചത്തില്, മൈക്കൊന്നും കാണത്തില്ല മത്സരങ്ങൾക്ക്, ആളുകളെ പിടിച്ചിരുത്തണം. സദസ്സ് സംസാരിക്കാതിരിക്കാനൊക്കെ വേണ്ടി കുറച്ച് ഒച്ചത്തില് പടിയൊത്ത ഭാഷയിലൊക്കെ സംസാരിക്കും. അതായിരിക്കും എൻ്റെ ഒരു പ്രസംഗിക്കുമ്പോൾ ഉള്ള ശൈലി. ഈ ബേസിൽ ജോസഫ് ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് സ്ഥിരമായിട്ട് ഇവര് പഠിച്ചു പോകുന്ന കുറെ സാധനങ്ങളുണ്ടായിരിക്കും, കുറെ വരികളുണ്ടായിരിക്കും. ചിന്തയുടെ ഓർമ്മയിൽ അങ്ങനെ എപ്പോഴും കാണാപ്പാടം പഠിച്ചിട്ട് എപ്പോഴും ഇറക്കാറുള്ള
വരികൾ ആരുടെയൊക്കെ എന്തൊക്കെയാണെന്ന്? ഒരുപാട് വരികളുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ ഒരു സമയം വന്നപ്പോഴത്തേക്ക് അതിന് തൊട്ട് മുമ്പ് വരെ എനിക്കിന്നിവിടെ പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ഇന്നതാണ് എന്ന് പറഞ്ഞ് പറയുന്നതാ. ഞങ്ങളുടെ ഒരു സമയം എത്തിയപ്പോൾ അതിനകത്തൊരു മാറ്റം വന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു അങ്ങനെ ഡയറക്റ്റ് നമ്മൾ വിഷയം പറയരുത്, എന്തെങ്കിലും ഒരു കോട്ടൊക്കെ ആദ്യം പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയി ആ ടോപ്പിക്കിലേക്ക് വരണം. അപ്പൊ അതിനുവേണ്ടി പിന്നെ കോട്ടുകൾ കാണാതെ പഠിക്കലായിരുന്നു മെയിൻ പരിപാടികൾ. അപ്പൊ അങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ശകലങ്ങളൊക്കെ പറഞ്ഞ് കവിതയോ കഥയോ അല്ലെങ്കിൽ ചെറിയ പഴഞ്ചൊല്ലോ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് വരും. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇൻട്രോയും കൺക്ലൂഷനും ഒക്കെ ആദ്യമേ മനസ്സിൽ കാണും. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു 3 മിനിറ്റ് നേരമാണ് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ പറയുന്നത്. പ്രസംഗ മത്സരങ്ങൾക്ക് അങ്ങനെയാണ്. പക്ഷെ അത് മാറി കേട്ടോ. പിന്നെ SFI ഒക്കെ ആയി ക്യാമ്പസിലൊക്കെ എത്തിയപ്പം ക്യാമ്പസിൽ ഇലക്ഷൻ ക്യാമ്പയിനിങ് ഒക്കെ ചെയ്യുമ്പം നമ്മൾ വളരെ ഹൃദയവും തമ്മിൽ സംസാരിക്കുന്ന പോലാണ് കുട്ടികളുമായിട്ട് പിന്നെ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ +2 വരെ ഉണ്ടായിരുന്ന പ്രസംഗ രീതിയല്ല ഫാത്തിമ കോളേജിലെത്തി ക്യാമ്പസിലെത്തിയപ്പോ. അവിടെ എത്തുമ്പോൾ നമ്മൾ പ്രണയത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ ക്യാമ്പസിന്റെ ഇടനാഴി, ക്യാമ്പസിലെ സൗഹൃദങ്ങള്, അവിടെ ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്മെന്റ്, അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് കുട്ടികൾക്ക് നമ്മളറിയാതെ അതൊക്കെ പറഞ്ഞു പോവും. അതൊക്കെയാണ് ഇലക്ഷൻ പ്രചരണങ്ങൾ. ഭയങ്കര രസമാണല്ലോ, ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് പോകുന്നു, ക്ലാസ്മേറ്റ്സിലൊക്കെ കാണുന്നത് പോലെ. ശരിക്കും ജെയിംസ് ആൽബർട്ട് സാറ് ഞാൻ പഠിച്ച ക്യാമ്പസിലാണ്, ഫാത്തിമ കോളേജിലെ. അപ്പൊ റസിയൊക്കെ ഫാത്തിമയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഇടയ്ക്ക് ഞാനൊരു കടയിൽ വെച്ചൊരു ചേച്ചിയെ കണ്ടു. അപ്പൊ ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു, ചിന്ത ഒരു കാര്യം അറിയാവും, അവർ പരിചയമൊക്കെ പെട്ടിട്ട് പറഞ്ഞു, ഞാനാണ് ആ റസിയ കേട്ടോ എന്ന് പറഞ്ഞു. സത്യമാണോ എന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെ അല്ല, സാർ അവിടെ പഠിച്ചതാണ്. സാറിന്റെ മനസ്സിൽ പല പല കഥാപാത്രങ്ങളിൽ നിന്നായിരിക്കുമല്ലോ രൂപപ്പെട്ടു വന്നത്. അതേപോലെ ആ ബാലേന്ദ്ര മേനോൻ സാറിന്റെ വേഷം ഉണ്ടല്ലോ, അധ്യാപകൻ, അത് അവിടുത്തെ ഒരു അധ്യാപകനാണ് ഞാൻ പഠിക്കുന്ന സമയത്താ ക്ലാസ്മേറ്റ്സ് ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങളുടെ ക്യാമ്പസിന്റെ പല ഇതും ഉണ്ട്. ആ അച്ഛൻ, പള്ളിയിലച്ഛൻ. അപ്പം അതൊക്കെ കുറെ ദീർഘകാലം സ്റ്റാൻലി റോമൻ, അദ്ദേഹം ഇപ്പൊ ബിഷപ്പായി, പിന്നീട് അദ്ദേഹം കോളേജിന്റെ മാനേജർ ആയിരുന്നു. അപ്പം സ്റ്റാൻലി പിതാവിന്റെ ഒരു സ്വാധീനം ആ കഥാപാത്രത്തിനുണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട്. പിന്നീട് ആ പടം കാണുന്ന ഓരോ ക്യാമ്പസ് വിദ്യാർത്ഥിക്കും ഇത് ഞങ്ങളുടെ ക്യാമ്പസിൽ സംഭവിച്ചതാണല്ലോ എന്ന് തോന്നും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഞങ്ങളുടെ ഇലക്ഷൻ സമയത്തെ ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറും, അപ്പോൾ KSUവിന്റെ ക്യാമ്പയിനിങ് ഇങ്ങോട്ട് വരുന്നു, അപ്പം അവര് പ്രസംഗിച്ച് തീരുന്നത് വരെ നമ്മൾ വെളിയിൽ കാത്തു നിൽക്കുന്നു, പിന്നെ നമ്മൾ കയറുന്നു. അങ്ങനെ ഒരു രസകരമാണ്. അപ്പൊ ആ സമയം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ശൈലി കുറെ മാറുന്നുണ്ട്. പിന്നെ പൊതുയോഗ പ്രസംഗങ്ങളിലേക്ക് പോയി. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, സദസ്സ് കേൾക്കുമ്പോഴുള്ളൊരു ഇഫക്റ്റ് ചിലപ്പം വീഡിയോ ആയിട്ട് വരുമ്പം വരുന്നില്ല. അതുകൊണ്ടായിരിക്കും എൻ്റെ ഭയങ്കര ഇങ്ങനെ അറുത്തുമുറിച്ച് വിമർശിക്കപ്പെടുന്നത്. ആ ഒരു ടോൺ ആയിരിക്കും എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത്. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്തോ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയതാ. അല്ല, ഞാൻ 4ാം ക്ലാസ് അല്ല, UKG പഠിക്കുമ്പോ എന്നെ ആദ്യം മൈ സ്കൂൾ എന്തോ ആയിരുന്നു വിഷയം, വിമല ഹൃദയത്തില്. അന്ന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തു. അന്ന് സ്കൂളില് പ്രൈസ് കിട്ടി. അന്ന് ടീച്ചർമാരും അല്ലെങ്കിൽ ക്യാമ്പസിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ടീച്ചർമാരൊക്കെ പ്രഡിക്ട് ചെയ്തിരുന്നു ഈ കുട്ടിക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഭാവി ഉണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ പ്രഡിക്ട് ചെയ്യുന്നതല്ല, പക്ഷെ മത്സരങ്ങൾക്കെല്ലാം സമ്മാനമാകും. അപ്പൊ ഒരിക്കൽ എനിക്കൊരു പ്രസംഗ മത്സര വിഷയം കിട്ടിയത് ആരാവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, അംബീഷൻ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു പൊളിറ്റീഷ്യൻ ആവണം, ഐ വാണ്ട് ടു ബിക്കം എ പൊളിറ്റീഷ്യൻ. അത് ഒരു 4ലൊക്കെ പഠിക്കുന്ന ഒരു കൊച്ചു വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോ തന്നെ എല്ലാരും പറഞ്ഞു, അത് കൊള്ളാലോ, എല്ലാരും ഡോക്ടർ, എഞ്ചിനീയർ, അധ്യാപകര്, പോലീസ് എന്നൊക്കെ പറയുമല്ലോ, ഇതെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷെ എനിക്കെന്തോ അന്ന് അങ്ങനെ പറയണോന്ന് തോന്നി. വേറെ ചില കാരണങ്ങളും കൂടി ഉണ്ട്. അതായത് എൻ്റെ അന്ന് ഇന്ത്യയെ പറ്റിയൊക്കെ നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ട് പ്രസംഗം. അപ്പം ആരാവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ടോപ്പിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോൾ പൊളിറ്റീഷ്യൻ ആവണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ത്യയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമല്ലോ. അപ്പൊ അത് രണ്ടും കൂടെ കണക്ട് ചെയ്താണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അന്ന് പറഞ്ഞത് എന്തായാലും ഏറെക്കുറെയൊക്കെ സത്യമായി. അച്ഛനാണ് ഇതിൽ കൈയടി കൊടുക്കേണ്ടത്. അച്ഛനും അമ്മയും. അച്ഛനാണ് എന്നെ ചെറുതിലെ പഠിപ്പിക്കുകയും അത് വീണ്ടും വീണ്ടും പറയിക്കുകയും എല്ലാം ചെയ്തു. പപ്പ കൊച്ചിലെ പത്രമൊക്കെ എടുത്തിട്ട് പത്രത്തിലെ എഡിറ്റോറിയലൊക്കെ പപ്പ ഒരു ഡയറിയിലോട്ടിരുന്ന് പകർത്തും. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു നോക്കും, ഇതെന്താ ഇങ്ങനെ പകർത്തുന്നത്. അപ്പോഴാണ് അതിനകത്ത് ഓരോ വിവരങ്ങൾ. ഈ അടുത്തിടയ്ക്ക് ഞാൻ പപ്പയുടെ ഡയറി നോക്കിയപ്പോൾ എന്തൊരു മാത്രം
വിവരശേഖരമാണ്. അന്നു തൊട്ടുള്ള വാർത്തകളിലെ പ്രധാന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് കുറിപ്പാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പപ്പയ്ക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പപ്പയുടെ ചേട്ടനും ഹെൻറി സാർ എന്ന് പറയും, അദ്ദേഹവും നല്ലതുപോലെ യോഗങ്ങളിലെല്ലാം സംസാരിക്കാൻ പോവുകയെല്ലാം ചെയ്യും. ഈ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ടേസ്റ്റ് വരാൻ കാരണവും അച്ഛന്റെ ഈ പറയുന്ന പോലെ കുടുംബമാണ്. എനിക്ക് അങ്ങനെ ഏത് പക്ഷത്തായിരിക്കണമെന്നൊരു തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നില്ല. കാരണം ചെറുപ്പം ഫീഡായി അത് എന്റെ ഉള്ളിൽ ആ ഒരു ബോധം എപ്പോഴും ഉണ്ടായിരുന്നു. മമ്മിയായാലും പപ്പയായാലും KST എന്ന് പറഞ്ഞ അധ്യാപക സംഘടനയുടെ പ്രവർത്തകരാണ്. വീട്ടിലെപ്പോഴും ഈ ഒരു അന്തരീക്ഷമാണ്. സമ്മേളനം നടക്കുമ്പോൾ എന്നെ കൊണ്ടുപോകും. അപ്പൊ റെഡ് വോളണ്ടിയർ പരേഡ് അതെല്ലാം കാണുന്നു. പിന്നെ ബേസിക്കലി പാവങ്ങളുടെ പാർട്ടി, തൊഴിലാളികളുടെ പാർട്ടി എന്നുള്ള ആ ഒരു ഐഡിയോളജി എപ്പോഴും ഇങ്ങനെ പറയും. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു ഇഷ്ടവും അങ്ങനെയാണ് ആ ഇതിലേക്ക് വരുന്നത്. പിന്നെ SFI ആവുക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിട്ടാണ് കോളേജിലേക്ക് പോകുന്നത്. അത് എല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു. അച്ഛമോള് തന്നെയാണ്. മമ്മിയായിട്ട് എപ്പോഴും ഉടക്കാണ്. കാരണം എപ്പോഴും എനിക്ക് എപ്പോഴും തോന്നി പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീൽ എപ്പോഴും തോന്നും. മമ്മി സ്വാഭാവികമായും അമ്മയാണ് എപ്പോഴും കൂടെ ഉള്ളത്. പക്ഷെ മമ്മി എല്ലാ കാര്യത്തിലും നമ്മളെ കുറച്ചുകൂടി എല്ലാ അമ്മമാരെയും പോലെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യുമല്ലോ. പക്ഷെ പപ്പ കുറച്ചുകൂടി നമുക്ക് സ്വാതന്ത്ര്യം തരികയും പപ്പ ഉള്ളപ്പം മമ്മി വഴി നടക്കാത്ത കാര്യങ്ങളും പപ്പയോട് പറഞ്ഞാൽ സാധിച്ചു തരുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ എവിടെയോ വായിച്ചു, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛന് പ്രമേഹം വരുന്നതും അച്ഛന് ഹോസ്പിറ്റലാവുന്നതും. ഏതാണ്ട് 21 ദിവസത്തോളം അച്ഛന് കൂടെ ഒപ്പം നിൽക്കാൻ ചിന്തയും എക്സാമിന്റെ സമയത്ത് ചിന്ത കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എക്സാമിന് ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് അച്ഛന്റെ ശുശ്രൂഷയ്ക്ക് എല്ലാ ദിവസവും അച്ഛന്റെ കാല് വൃത്തിയാക്കുന്നതും മരുന്ന് വെക്കുന്നതും ഒക്കെ ചിന്തയായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അച്ഛൻ മകളായിട്ട് ജനിച്ച് വരികയും നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിനൊക്കെ അച്ഛൻ വലിയൊരു പാത്രമായിട്ട് വരികയൊക്കെ ചെയ്ത സമയത്ത് പിന്നെ MA പഠിക്കുന്ന സമയത്ത് അച്ഛന്റെ വിയോഗം പിന്നെ എങ്ങനെയാ ഒരു പൊരുത്തപ്പെടാൻ പറ്റിയത്? എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട്? വലിയ പ്രയാസമാണ്. കാരണം പപ്പയും ഞാനും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു. കാരണം ഒന്ന്, പപ്പയ്ക്കും അമ്മയ്ക്കും ഒറ്റ മകളെന്നുള്ളത്. ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. പിന്നീട് പപ്പയെന്ന് പറഞ്ഞാല് വൈകിട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ട് വരും. അപ്പം പപ്പ കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കുക. പിന്നീട് പപ്പ ഞങ്ങളുടെ കുണ്ട്ര വീടുണ്ട്. അപ്പം ഞങ്ങൾ പപ്പയുടെയും മമ്മിയുടെയും ജോലിയുടെയൊക്കെ കാര്യമായിട്ടും എൻ്റെ പഠനം എല്ലാമായിട്ട് കൊല്ലത്താണ് താമസിച്ചിരുന്നത്. അപ്പം പപ്പ വരാൻ വൈകുമ്പോൾ ഉള്ളൊരു വെപ്രാളം. അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ, നമുക്ക് എവിടെ ആയെന്ന് വിളിച്ച് ചോദിക്കാൻ. അപ്പം കുണ്ട്രയെന്നുള്ള ലാസ്റ്റ് ബസ് വരുന്നത് നോക്കി ഞാനും മമ്മിയും കാത്തിരിക്കുന്നത്, അതൊക്കെ ഭയങ്കര ഒരു മനസ്സിൽ വലിയ ഇതാണ്. പിന്നെ പപ്പയ്ക്ക് അങ്ങനെ ഫുൾ ആക്റ്റീവായിരുന്നു പപ്പയെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. പുറത്തിറങ്ങി മുറ്റത്ത് പണിയെടുക്കും. അധ്യാപകനാണെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ക്ലീനിങ്. ഇപ്പൊ കൊല്ലത്ത് വന്നപ്പോൾ അങ്ങനെ പറമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ആ റോഡിലെ സൈഡിലുള്ള പുല്ലെല്ലാം, റോഡ് സൈഡിലെ പുല്ലൊക്കെ ചെത്തും അവിടെ നിന്ന്. അപ്പൊ അങ്ങനെ ഒരാളായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം പപ്പയുടെ കാലിന്റെ പാദത്തിൽ ഒരു കറുത്ത പൊട്ട്. അപ്പം ഞാനും പപ്പയും കൂടാണ്, ഞാൻ ജനിച്ച അതേ ഹോസ്പിറ്റലിൽ, നായസ് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ സർജൻ മോഹൻ ഡോക്ടറെ കാണുന്നത്. മോഹൻ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ചെറുതായി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പിന്നെ എന്നോട് പറഞ്ഞു ഇതിന് ചെറിയ പ്രയാസമുണ്ട്. കാരണം പപ്പ ഡയബറ്റിക് ആണല്ലോ, അപ്പം ആംബ്യൂട്ടേഷൻ വേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് ആ വാക്ക് തന്നെ അന്നൊരു പുതിയ വാക്കാണ്. ഞാനത് എന്താന്ന് നോക്കുമ്പം കാല് മുറിക്കണം എന്നതാണ്. അപ്പം എൻ്റെ മനസ്സിൽ പോകുന്നത് പാദത്തിലൊരു ചെറിയ കറുത്ത പൊട്ട്. ആ പൊട്ടിന് കാല് മുറിക്കണം എന്ന് പറഞ്ഞാൽ, അതും പപ്പ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലായിടത്തും പണിയെടുക്കുന്ന, അങ്ങനെ എപ്പോഴും ആക്റ്റീവായി 2 കൈയിലും സാധനങ്ങളുമായി ബസ് ഇറങ്ങി നടന്നു വരും. അങ്ങനെ ഓട്ടോ ഒന്നും വിളിക്കില്ല, കിലോമീറ്ററൊക്കെ ആയാലും നടന്നു വരും. അങ്ങനെ ഒരാളുടെ കാല് മുറിക്കണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പപ്പയുടെ കാല് മുറിക്കുന്നത് സഹിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഇതിന് മാർഗമുണ്ടോ? അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അമൃതയിലേക്ക് പോകും, അവിടെ പോഡിയാട്രി എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗമുണ്ട്, കാലിന് വേണ്ടി മാത്രമാണ്, നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മമ്മിയും ഒരു ടാക്സിയൊക്കെ ആയിട്ട് അമൃതയിൽ വന്നു. അമൃതയിൽ വന്ന് ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് സാധ്യതയുണ്ട് മുറിക്കാതിരിക്കാൻ, പക്ഷെ മുറിക്കുന്നതാണ് എളുപ്പം. പക്ഷെ മുറിക്കാതിരിക്കണമെങ്കിൽ നമുക്കൊരു മിഷ്യൻ വച്ചിട്ട് ഈ സ്ലഫും പസ്സും ഒക്കെ ഉണ്ട്, അത് സക്ക് ചെയ്ത് പുറത്തോട്ട് എടുക്കാം.
അപ്പോൾ ആ മെഷീന് പക്ഷേ നല്ല റേറ്റ് ആണ്, അതൊരു ദിവസം തന്നെ ഇതാണ്. പിന്നെ ഹെവി ആൻറ്റിബയോട്ടിക്സും കൊടുക്കണം, സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കാല് മുറിക്കുന്നത് ഭയങ്കര പ്രയാസമാണ് പപ്പയുടെ. അന്നത്തെ 10ാം ക്ലാസ്സിലെ കുട്ടിയുടെ മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാലും ഇത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് ആ ട്രീറ്റ്മെൻ്റ് എല്ലാം നടന്ന് എന്തായാലും കാലിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ റെഡിയായി തിരികെ വന്നു. പിന്നെ കുറച്ച് നാൾ ഞങ്ങൾക്കൊപ്പം പപ്പ ഉണ്ട്. പക്ഷെ പപ്പയ്ക്ക് ആ മുറിവിൻ്റെ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് അങ്ങനെ ആക്റ്റീവായി പഴയതുപോലെ പറ്റിയില്ല. എങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയി. അന്നാ ഡോക്ടർ എന്നോട് പറഞ്ഞത് പെൺകുട്ടികൾ മുഖം സൂക്ഷിക്കുന്നത് പോലെ ആയിരിക്കണം ഡയബറ്റിക് ഉള്ളവർ കാല് സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് മോളുടെ ജോലിയാണ് എന്നും വൈകിട്ട് ചൂടുവെള്ളത്തിൽ കാല് കഴുകി വിരലിൻ്റെ ഇടയിലെല്ലാം വാസ്ലിൻ ഇട്ട് കൊടുത്ത് വിരൽ തമ്മിൽ ഒട്ടരുത്, അങ്ങനെയൊക്കെ നോക്കണം. അപ്പോൾ പിന്നെ ഞാൻ എന്നും വൈകിട്ട് ചൂടുവെള്ളം വെച്ച് കഴുകുക, വാസ്ലിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പപ്പ എന്ന് ഷേവ് ചെയ്യുമ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഷേവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഷേവ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ ഷേവ് ചെയ്യൽ എൻ്റെ പണിയാണ്. അപ്പോൾ പിന്നെ പപ്പയ്ക്ക് ഷേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങൾ. പത്രം വായിച്ചു കൊടുക്കുക ഒരുമിച്ച്, പിന്നെ കൂടുതൽ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണ് MA സമയത്ത് എനിക്ക് തോന്നുന്നു ഈ മെഡിസിനെല്ലാം ഒരുപാട് ഷുഗറിൻ്റെതും മറ്റും പിന്നെ ഇതെല്ലാം ഉണ്ടല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രയാസങ്ങൾ വന്ന് കാണും. എന്തായാലും ഒരു ജനുവരി 3-ാം തീയതിയാണ്, ജനുവരി 2-നാണ്, 2 രാത്രിയാണ്. രാത്രി പപ്പ താഴത്തെ മുറിയിലുണ്ട്. ഞാൻ പഠിക്കാനായിട്ട് മുകളിലോട്ട് പോയി. അപ്പോൾ പെട്ടെന്ന് മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പപ്പായ്ക്ക് എന്തോ ഒരു വയ്യായിക ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുന്ന പപ്പയ്ക്ക് കാണാം. അപ്പോൾ പപ്പ പറയുന്നുണ്ട് പതുക്കെ വാ പതുക്കെ വാ, പക്ഷെ ഇങ്ങനെ ശ്വാസം വലിക്കുക. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പപ്പ ഇങ്ങനെ. അപ്പം ഞാൻ എന്തുവാന്ന് ചോദിച്ചിട്ട് ആ സമയം നമ്മളങ്ങ് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥ. ഞാനും മമ്മിയും, മണി ഒരു 12:30 കഴിഞ്ഞു. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞ് കിടക്ക് പപ്പ കിടക്ക് എന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും സങ്കടമാണ്. കാരണം ഇപ്പം ചിലരൊക്കെ പറയുന്നത് അറ്റാക്ക് വരുമ്പോൾ അങ്ങനെ കിടത്താൻ പാടില്ലായിരുന്നു, നമ്മൾ കമത്തി കിടത്തി തട്ടണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു പപ്പ കിടക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് വാഹനം വിളിക്കാൻ, അപ്പോൾ വീട്ടിൽ വണ്ടിയില്ല, ഞാൻ ഓടി റോഡിൻ്റെ അടുത്തോട്ട് പോകുന്നു. അപ്പോൾ ഒരു കാറ് പോയി, അവരിങ്ങനെ ഒരാൾ കൈ കാണിക്കുന്ന, അവർ നിർത്തുന്നില്ല, അത് പോയി. അടുത്തൊരു ഓട്ടോ വന്നു. അപ്പോൾ ഞാൻ ചേട്ടാ ഒന്ന് വരാൻ പറഞ്ഞു. ഓട്ടോ ചേട്ടാ അകത്ത് വന്നു. കയറി വന്ന് നോക്കിയപ്പോൾ ദേഹം മുഴുവൻ വീർത്ത് കുളിച്ച് ഇങ്ങനെ ശ്വാസം എടുക്കുവാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞില്ല ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീടുകളിലൊക്കെ പോയി. അപ്പം ഒരു 2 വീടപ്പുറം ഒരു ചേച്ചി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നു. ചേച്ചി പെട്ടെന്ന് കാറും എടുത്ത് വന്നു. പൊക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു വഴുതി പോവാണ് ശരീരം ഇങ്ങനെ പപ്പാടെ. ഞാനും മമ്മിയും കൂടെ വലിച്ച് പൊക്കാൻ നോക്കിയിട്ട് ഒക്കുന്നില്ല. ഈ ചേച്ചിയും കൂടെ ഞങ്ങൾ ശരിക്കും പ്രയാസപ്പെട്ടാണ് കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിലെത്തി അകത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവർ പ്രഷർ നോക്കുന്നു, ഷുഗർ നോക്കുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി, ബ്ലഡൊക്കെ വന്നല്ലോ, ഇതൊക്കെ നോക്കുന്നല്ലോ. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടറാണ് വിളിച്ചിട്ട് പറഞ്ഞ് ആരുണ്ട് കൂടെ, ആരുണ്ട്? അപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങളേ ഉള്ളൂ പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വന്നപ്പോഴേ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. അവിടെ നിന്നൊരാളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് എനിക്ക് കാണാതെ അറിയാവുന്നൊരു നമ്പറുണ്ട്, SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ നമ്പരാണ്, 0471233353. ഇപ്പോഴും അതാണോന്ന് എനിക്കറിയില്ല. അതിൽ വിളിച്ചു. പിന്നെ അവരെല്ലാവരും വന്ന് പിന്നെ കാര്യങ്ങളെല്ലാം പോയി. പക്ഷെ എനിക്ക് ആ ഒരു വിഷമം ഇപ്പോഴും എനിക്ക് അന്നേരം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഉടനെ വണ്ടി കിട്ടിയില്ല. 2 പപ്പ കിടക്ക്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞത് ഞാൻ വണ്ടി വിളിക്കാനാ പോയതെന്ന് പപ്പായ്ക്ക് മനസ്സിലായോ? ഇതൊക്കെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ള വലിയ ചോദ്യങ്ങൾ. അതായത് പപ്പ കിടക്കെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോകുന്നു, അത് വണ്ടി വിളിക്കാനാ ഞാൻ പോയതെന്ന് പപ്പായ്ക്ക് മനസ്സിലായോ എന്നുള്ളത്. അന്നേരം കോൺഷ്യസ് ആണോ? അന്നേരം പക്ഷെ മമ്മി അന്നേരം അടുത്ത് പോയി അവിടെ കാച്ചി വെച്ചിരുന്ന പാലെല്ലാം കൊടുത്തു. പപ്പ പാലൊക്കെ കുറെ കുടിച്ചു എന്ന് മമ്മി പറയുന്നുണ്ട്. മമ്മി അന്നേരം നിന്നു. പക്ഷെ എനിക്ക്
എനിക്ക് ആ സമയത്ത് എങ്ങനെയാ ഞാൻ ഹാൻഡിൽ ചെയ്തൊക്കെ ശരിയാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പപ്പായ്ക്ക് ഞാൻ അന്നേരം എനിക്കത് അറിയില്ല. പക്ഷെ എന്തോ അതിനുശേഷം ഞാൻ കുറേ ദിവസങ്ങളിൽ സ്വപ്നം കാണും, ഇപ്പോഴും ഇടയ്ക്കൊക്കെ കാണും. അതായത് ഇങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞാലുള്ള വിഷമമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കൊച്ചു കുഞ്ഞിനെ പോലെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിട്ട്, ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ട് കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ ആ ദിവസങ്ങളിലൊക്കെ എപ്പോഴും കാണും, ഇപ്പോഴും ഇടയ്ക്കൊക്കെ അങ്ങനെ കാണും. എനിക്ക് ആ എടുക്കാൻ വഴുതി പോകുന്നു. ഞങ്ങൾ 3 സ്ത്രീകൾ ഞങ്ങൾ വിചാരിച്ചിട്ട് പറ്റുന്നില്ല. അവസാനം എങ്ങനെങ്കിലും ആണ് ആ കാറിലോട്ട് കൊണ്ട് കയറ്റിയത്, ഡോറിൽ കൂടെ അകത്ത് കയറ്റിയതൊക്കെ. എനിക്ക് വലിയ പ്രയാസമാണ് അത് ഓർക്കുമ്പോൾ മനസ്സിൽ. ഇതിപ്പോൾ ടീനേജിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെടുക, അതിനുശേഷം പിന്നെ ഒറ്റ മകളായിട്ട് അമ്മേനെ കൊണ്ട് പിന്നെ ജീവിക്കുക, പിന്നെ പാർട്ടി SFIയുടെ ഒരു ഭാഗമാകുക, അതിൻ്റെ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് വരിക, പ്രകടനങ്ങൾക്ക് പോവുക, സമരം ചെയ്യുക. ഈ SFIയും ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ മരണമൊക്കെ താങ്കളുടെ ഒരു സ്വഭാവ രൂപീകരണത്തിന് ഈ പറഞ്ഞ പോലെ ഇത്രയും സ്ട്രോങ് ആക്കാൻ കുറേ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ? എല്ലാ മനുഷ്യരും ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ അവരെ സ്ട്രോങ് ആക്കും. പ്രത്യേകിച്ച് സ്ത്രീകളെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ക്ലാസ്സിലൊക്കെ പഠിച്ച ഭയങ്കര പമ്മി പാവമായിരുന്ന കുട്ടികളെയൊക്കെ ഇപ്പൊ കാണുമ്പോൾ അവരൊക്കെ വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് സ്ട്രോങ് ആയാലേ പറ്റൂ, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ സാഹചര്യങ്ങൾ അവരെ സ്ട്രോങ് ആക്കും. എന്നെ സംബന്ധിച്ച് ഉറപ്പായിട്ടും അത് എന്നെ താങ്ങി നിർത്തി പാർട്ടി എന്നുള്ളതാണ്. SFIയും പാർട്ടിയും വലിയ തോതിൽ താങ്ങി നിർത്തി, എനിക്ക് എല്ലാവിധ കരുതലും തന്നു. ഞാൻ ഇങ്ങനെ ഒരു തവണ പപ്പയുടെ ഓർമ്മ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അതായത് പപ്പയുടെ ആ സ്നേഹ വിരൽ ഇങ്ങനെ നീണ്ട് പലരിലൂടെയും, പലപ്പോഴും ഞാൻ അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും പലരും നമ്മളോട് കാണിക്കുന്ന കരുതല് അതൊരു പപ്പായുടെ സ്നേഹത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് പലരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം CM ആയാലും ബേബി സഖാവായാലും എനിക്ക് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളവർ EP ജയരാജൊക്കെ എടി മോളെ എന്ന് പറഞ്ഞ എന്തൊരു സ്നേഹത്തോടു കൂടിയാണ്, വലിയൊരു ഇതാണ്. അതുപോലെ മധുസാറ്, കുറേ ആളുകളുണ്ട് അങ്ങനെ 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 നോക്കിയാൽ ചുറ്റുപാടുമുള്ള സ്നേഹത്താൽ ഭയങ്കര സമ്പന്നയാണ് ഞാൻ. എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ എന്നോട് വലിയ സ്നേഹമാണ്. അതെല്ലാം ഇങ്ങനെ അതൊരു വലിയ അസറ്റായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകയാകണമെന്നൊന്നും തീരുമാനിച്ച ആളൊന്നുമല്ല. സാഹചര്യങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരുപാട് കോളേജുകളിൽ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. കാരണം കോളേജ് അധ്യാപിക ആകാനുള്ള ആഗ്രഹം, അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നെറ്റും JRF ഉണ്ട്. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഓരോ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് അത് നടന്നിട്ടില്ല. PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സണായി ചുമതല കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് അങ്ങ് പോയി. പിന്നെ 6.5 കൊല്ലം അതിലായി. പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാവുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ സാഹചര്യങ്ങളിലൂടെ ഞാൻ വീണ്ടും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നു. പക്ഷെ ഞാൻ അതിൽ വളരെ സന്തുഷ്ടയാണ്. കാരണം ഒരിക്കലും ഞാൻ ഞങ്ങളുടെ കൊല്ലത്ത് ജെറോംനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ വണ്ടി കഴുകാനായിട്ട് കൊടുത്തു. എന്നിട്ട് അതിനൊരു താമസമുണ്ട്, കുറച്ച് വണ്ടികളുണ്ട്, ഒരു 6-7 വണ്ടിയുണ്ട്, 2 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് അപ്പുറത്തൊരു സ്ഥലത്തേക്ക് പോയി, കടയിലേക്ക്. ഞാൻ ഒരു ഓട്ടോയിൽ കയറിയിട്ട് പറഞ്ഞു, ചേട്ടാ അങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞു. അവിടെ ഇറക്കി എൻ്റെ അടുത്ത്. അപ്പം ഞാൻ എത്ര ആയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് വണ്ടി ഇരുന്നോണ്ടാണോ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഓർത്ത് എന്ത് റൂഡാണ്, എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പുള്ളി വണ്ടി മുമ്പോട്ട് എടുത്തു. അപ്പം ഞാൻ ചേട്ടാ എത്ര രൂപയായി? അപ്പോൾ പറഞ്ഞു സഖാവ് തരണ്ട പൈസയൊന്നും, ഞാനും ഒരു സഖാവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലില്ല നിങ്ങൾ ഓടിയ പൈസ തരണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കാണാൻ നമുക്ക് വാങ്ങിച്ചോളാന്ന് പറഞ്ഞ് പുള്ളി പോയി. ഞാൻ ഓർക്കും ഒരു മറ്റൊന്നിനും കിട്ടാത്തൊരു, നമ്മളെ ഒട്ടും പരിചിതരല്ലാത്ത മനുഷ്യർ നമുക്ക് തരുന്നൊരു സ്നേഹം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഇഷ്ടം, അതൊക്കെ എനിക്ക് തോന്നി ഈ പൊതുപ്രവർത്തനത്തിന്റെ ഒരു വലിയ ഇതാണ്.
മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ എത്ര പേർക്ക് ഈ ചെറിയ കുട്ടികളടക്കം തിരിച്ചറിയുന്നു എന്ന് ചോദിച്ചാൽ ഭയങ്കര ഡൗട്ടുള്ള കാര്യം. അത് നിങ്ങളൊക്കെ ട്രോളാക്കിയിട്ടാ. ചിലപ്പോൾ ഒരു പരിധി വരെ അതിന് ട്രോളിനും ഈ പറയുന്ന പോലെ ഒരു ഭാഗം ഉണ്ടാവും, ഒരു പാട്ടുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും ചിന്താ ജെറോം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ കുഞ്ഞു കുട്ടികളടക്കം എല്ലാവരും അറിയുക, അതിലെല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സംസ്ഥാന കലോത്സവത്തിലടക്കം ചിന്തയെ ഇമിറ്റേറ്റ് ചെയ്ത് കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ള അർത്ഥം അവർ വരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. ഇതിപ്പോ ട്രോള് ഒരു പുത്തരിയല്ല, ട്രോള് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല. കുറെ നാളായിട്ട് ട്രോള് വേട്ടയാടുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ട്രോള് രസമാണെന്നേ. ട്രോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ. അവര് അതിൻ്റെ അകത്തുള്ള തമാശകള്, മമ്മിക്ക് ഇതുവരെ ഇതെന്താന്ന് മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ മാമ്പഴത്തിന്റെ വീഡിയോ ഇത് മോണാക്ട് ചെയ്തത് വീഡിയോ ആയിട്ട് ചാനലിൽ വന്നു. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് സലീം കുമാർ ചേട്ടന്റെ ഭാഗവും ഇതും കൂടെ ചേർത്ത് ഒരുമിച്ചാക്കി വരുന്നുണ്ട്. അപ്പൊ മമ്മി പറയാ, ആണോ അപ്പൊ സലീം കുമാർ അവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ ഇത് സിനിമയിലെ രംഗം ഒരുമിച്ചാക്കുന്നതാണെന്നൊന്നും മമ്മിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പിന്നെ അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് മനസ്സിലായി വരുന്നില്ല. ഏഷ്യാനെറ്റില് ഈ മോണാക്ട് കണ്ടിട്ട് പിന്നെ നേരെ പോയി കണ്ടത് മനോരമയുടെ മോണാക്ട് ആണ്. പക്ഷെ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവതാരിക അത് ചെയ്യാൻ പറഞ്ഞ സമയത്ത് യാതൊരു നമ്മൾ അഭിനേതാവുന്നല്ലോ, പക്ഷെ അതിന് ഒരു യാതൊരു വിധ മടിയും കാണിക്കാതെ അപ്പൊ തന്നെ സ്പോട്ടിൽ ചെയ്യാന്ന് പറയുന്നത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് രസകരമായിട്ടുള്ള ട്രോളുകളൊക്കെ സംഭവിക്കുകയാണ്. പക്ഷെ ഈ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മൾ എയറിൽ കയറുക, അത് വിവാദമാകുക. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സിംഗിൾ പാരന്റ് ഒരു പെൺകുട്ടിയല്ലേ, എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടില്ലേ ഈ ട്രോളുകളോ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ? അങ്ങനെ ഒരു കൺസിഡറേഷൻ ഒന്നും തന്നില്ലെങ്കിലും കള്ളം പറയാതിരിക്കുക, കള്ളം പ്രചരിപ്പിക്കാതിരിക്കുക, അതൊരു സാമാന്യമായി പലരും ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന്, വെള്ളം കുടിക്കുന്ന എടുത്തിട്ട് ബിയർ ആണെന്ന് പറയുക. അതേപോലെ ഒരു സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ രണ്ടും ഇപ്പൊ സംസാരിച്ച ഗദാഫി, ഇതിനകത്ത് ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കത്തില്ലെന്ന് എന്താ ഉറപ്പ്? അപ്പൊ എന്റെ മറ്റേ പ്രസംഗത്തിന്റെ അടുത്ത പോയിന്റ് അതായിരുന്നു, അത് പറയാൻ നിങ്ങൾ സമ്മതിച്ചത്. അപ്പൊ അത് അങ്ങനെ ഒരു കാലത്ത് നമ്മൾ നിൽക്കുന്നു. അപ്പൊ അതിനകത്തൊക്കെ ഒരു സാമൂഹ്യ ബോധം എല്ലാവർക്കും വരണം. അതായത് സ്ത്രീ വിരുദ്ധമായി കാര്യങ്ങളെ ഉപയോഗിക്കുക. ഇപ്പൊ എസ്തർ അനിലിന്റെ അനശ്വരയുടെ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അവർ പറയുന്നുണ്ട് ഈ ക്യാമറ ആംഗിളുകൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആത്യന്തികമായി ബിസിനസ്സിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത്, പണം സമ്പാദിക്കുക എന്നുള്ളത്. പക്ഷെ പണം സമ്പാദിക്കാൻ ഇങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തെ മോശപ്പെടുത്തിക്കൊണ്ട് എന്തിന് ചെയ്യുന്നു എന്നുള്ളതാണ്. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടൊരു തംബ്നെയിൽസ് കൊടുക്കുക, എന്ത് കഷ്ടമാണ്. അപ്പം അത് കണ്ട ഒരാൾ കയറി വായിക്കുന്നു, വായനക്കാരനെ വഞ്ചിക്കുന്നു, അത് നോക്കുന്ന ആളെ വഞ്ചിക്കുന്നു. ഇതിന്റെ ഭാഗമായി പ്രയാസപ്പെടുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അപ്പൊ അവരുടെ പ്രയാസം, അവരുടെ ഇഷ്ടമുള്ളവർ, അവരുടെ കുടുംബം, അവരുടെ പ്രയാസം, അപ്പൊ ഇതിനെയൊക്കെ വിറ്റാണ് ഇവർ ജീവിക്കുന്നതെന്നുള്ള ബോധം ഇവർക്ക് കുറച്ചെങ്കിലും വരണം. അപ്പൊ അതിനകത്തൊരു ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ഫേസ്ബുക്കിനേക്കാളും വളരെയധികം മുമ്പിലാണ് ഇൻസ്റ്റഗ്രാം. അവിടെ ഇങ്ങനത്തെ ഹെയ്റ്റ്രഡ് ഒക്കെ വളരെ കുറവാണ്. അവിടെ ഇത്തരം കാരണം പുതിയ കുട്ടികൾ വളരെ കോൺഷ്യസ് ആണ്. അവരൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും വളരെ കോൺഷ്യസ് ആയിട്ടാണ് അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ. അപ്പം ഈ ഇടയ്ക്ക് വിധു വിൻസെന്റ് ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ അടുത്ത് ചില തിരക്കഥകൾ പലരും കൊണ്ട് കൊടുക്കാറുണ്ട്, ഒന്നുമില്ല ഒന്ന് വായിച്ചു നോക്കാൻ, ഇതിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ. അപ്പം അങ്ങനെ ഒരു ബോധം നമ്മുടെ സമൂഹത്തിൽ വരുന്നു എന്നുള്ളതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. ആ ഒരു മാറ്റം വരണം. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലുള്ള ഒരു മേഖലയിൽ സജീവമായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിയിലെ ആൾക്കാരുമായിട്ടും ചിലപ്പോൾ പാർട്ടിയൊക്കെ ആയിട്ട് നമ്മൾ വാഗ്വാദങ്ങൾ ഉണ്ടായിരിക്കും, എതിരായിട്ട് സംസാരിക്കേണ്ടി വരും. പക്ഷേ ഇതൊക്കെ നമ്മൾ കോമൺലി എല്ലായ്പ്പോഴും ചാനലുകളിൽ കാണുന്നതാണ് ഈ ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത്. പക്ഷേ അറിയാൻ ഒരു ആൾക്കാർക്ക് കൗതുകം ഉണ്ടാവും, ഇതിന് ശേഷം ഈ ചർച്ചകൾക്കൊക്കെ ശേഷമായി ഇപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടീനെ ആളിനെ ഭയങ്കര ഇഷ്ടമുള്ള സൗഹൃദം ഇപ്പോഴും ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ഒരാളായിട്ട് സൗഹൃദം കൊണ്ട് നടക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇപ്പോഴും ഇഷ്ടം പോലെ പേരുണ്ട്. നമ്മളെ ഒരു എല്ലാവരുമായിട്ടും നല്ല, ഇപ്പൊ ഞങ്ങള് യൂത്ത് ലീഡേഴ്സ്, കോൺഗ്രസിന്റെ ഒക്കെ ലീഡേഴ്സുമായിട്ടെല്ലാം നമുക്ക് നല്ല സൗഹൃദം ഉള്ളവരാണ്. അത് ലിജിച്ചേട്ടന്റെ സമയത്തുണ്ട്, അതിനുശേഷം സിദ്ദിഖ് വന്നപ്പോഴുണ്ട്, ഇപ്പം രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം നമ്മളുമായിട്ട് നല്ല സൗഹൃദമുള്ളവരാണ്. എനിക്ക് തോന്നുന്നു ഓണത്തല്ല് കണ്ടിട്ടായിരിക്കും ചോദിക്കുന്നത് അല്ല. അപ്പം അങ്ങനെല്ലാം അതിന് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് അവരോടുള്ളൊരു വ്യത്യസ്തമായ നിലപാടിനകത്തുള്ള വ്യത്യാസമാണ്. അവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുമ്പോഴും നമുക്ക് നമ്മുടെ പുറത്തൊരു ഉറപ്പുണ്ട്, കാരണം നമ്മുടെ വഴി ഇതാണ് എന്നുള്ളത്.
അങ്ങനെ സൗഹൃദത്തിലൊന്നും ഒന്നുമില്ല. പിന്നെ അവര് നല്ല വഴി കണ്ടെത്തി നമ്മുടെ പാതയിലേക്ക് വരുന്നതിൽ നമുക്ക് സന്തോഷമാണല്ലോ. അപ്പൊ ആരെയും അങ്ങനെ മാറ്റി നിർത്തുകയോ അവരോടൊരു ശത്രുത വയ്ക്കുകയോ ഒന്നുമില്ല, അസഹിഷ്ണുതയൊന്നുമില്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ LDF സർക്കാരിന്റെ രണ്ടാമത്തെ ഊഴം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തും പിന്തുണച്ചും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിന്ത എന്ന രാഷ്ട്രീയ പ്രവർത്തകയെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ LDF സർക്കാരിന്റെ ഒരു പോസിറ്റീവും ഒരു പോരായ്മയും പറഞ്ഞാൽ ഇപ്പൊ ആദ്യം പറയാൻ തോന്നുന്ന കാര്യം എന്താ? പോസിറ്റീവ് എന്ന് പറഞ്ഞാല് രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കേരളത്തിന്റെ വികസനമാണ്. അതായത് ഒരു 20-25 കൊല്ലത്തിന് ശേഷമുള്ള കേരളം. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നോളജ് സൊസൈറ്റിയായി നമ്മുടെ സൊസൈറ്റിയെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് നോളജ് തന്നെയാണ്. അപ്പം നമ്മുടെ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാതെ അവർക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുക, അവർക്ക് നല്ല ഇപ്പൊ ബിസിനസ് തുടങ്ങുന്നെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാമതെത്തി. അപ്പം ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കേരളം, തൊട്ടടുത്ത വർഷത്തെ കേരളമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട കേരളമോ എന്നുള്ള കാഴ്ചപ്പാടിനപ്പുറം വളരെ ലോങ് ടേമിലേക്ക് ഒരു പദ്ധതി പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഒരു പോരായ്മ എന്താ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത്? ഈ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലതുപോലെ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ വലിയ തോതിൽ തടസ്സം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്തൊക്കെ കള്ളപ്രചരണങ്ങളാണ് നമ്മുടെ ഗവൺമെന്റിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മാധ്യമങ്ങൾ ഇങ്ങനെ അങ്ങ് ഒരുമിച്ച് നിന്നിട്ട് ഗവൺമെന്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എന്ത് വഴിയും സ്വീകരിക്കുക. എന്തൊക്കെ കള്ളം പറഞ്ഞു. അതിപ്പം ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞു, ബിരിയാണി ചെമ്പ്, ഈത്തപ്പഴത്തിനകത്ത് സ്വർണം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞു. പക്ഷെ അതൊക്കെ ജനങ്ങൾ കളഞ്ഞു. അതേപോലെ ഇപ്പോഴും ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഒന്നും മാധ്യമങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നില്ല. അപ്പം അത് പക്ഷെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം മാധ്യമങ്ങൾ ചെയ്യുന്ന ആ ഒരു നെഗറ്റീവ് സംഭവത്തോടെ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഗവൺമെന്റിന്റെ ഒരു പോരായ്മ അല്ലാതെ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിൽ എന്തെങ്കിലും പോരായ്മയായിട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് തന്നെ പറയണമെന്നില്ല, അല്ലാതെ കുറച്ചും കൂടെ ബെറ്റർ ആക്കണമെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും സംഗതി ഉണ്ടോ? ഗവൺമെന്റ് എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം അതിനകത്തൊരു എല്ലാ മേഖലയിലും ഇപ്പം ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സമീപിക്കാൻ കഴിയുന്ന വളരെ തുറന്നൊരിതായിട്ട് പോവുകയാണ്. അപ്പം ആർക്കായാലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പണ്ടെപ്പോഴോ ചാവറ മാട്രിമോണിയിൽ താങ്കളൊരു വിവാഹ പരസ്യം വന്നത് താങ്കളുടെ അറിവോടെ അല്ലാന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ എപ്പോഴും ഞാനിങ്ങനെ കേട്ടു അമ്മയ്ക്ക് 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചയക്കണം എന്നായിരുന്നു ആഗ്രഹം എന്ന് കേട്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടിയോട് വിവാഹം എന്തുകൊണ്ട് വൈകുന്നു എന്ന് ചോദിക്കുന്നതിന് ഞാൻ ഭയങ്കര എതിരാ. പക്ഷെ അപ്പോഴും വിവാഹ സങ്കല്പങ്ങൾ ഉണ്ടോ ഇപ്പോഴും, അല്ലെങ്കിൽ വിവാഹം കഴിക്കണം തന്നെയാണോ ഇപ്പോഴും എടുത്തിരിക്കുന്ന തീരുമാനം? വിവാഹമൊക്കെ ജീവിതത്തിൽ അതിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ അതിന്റെ സമയത്ത് വിവാഹം നടക്കും എന്നുള്ളതാണ്. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ തീരുമാനങ്ങൾ എടുക്കും. അത്തരം വളരെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു. വിശ്വാസിയാണോ? യഥാർത്ഥത്തിൽ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. വിശ്വാസം അതിനകത്തൊരു ഭാഗമല്ല. നിങ്ങൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിനോട് നമുക്ക് എതിർപ്പുമില്ല. നിങ്ങൾ വിശ്വസിക്കാതിരുന്നാലും നമുക്ക് യാതൊരു പ്രയാസവുമില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ അസമത്വം മാറ്റാൻ വേണ്ടിയുള്ളൊരു പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ വിശ്വാസിയാണ്. അമ്മ പള്ളിയിൽ പോകും, അമ്പലങ്ങളിൽ പോകും. അതേപോലെ ഇവിടെ കടുവാപ്പള്ളി ഉണ്ട് തിരുവനന്തപുരത്ത്. വരുന്ന വഴിക്കെല്ലാം അവിടെ ഇറങ്ങി നേർച്ചയിടും. അമ്മ നമ്മളെ അങ്ങനെല്ലാം മമ്മി പഠിപ്പിച്ച കോയിക്കൽ സ്കൂളിന്റെ തൊട്ടടുത്ത് അയ്യപ്പന്റെ അമ്പലമുണ്ട്. അപ്പൊ അവിടെ പ്രാർത്ഥിച്ച് എപ്പോഴും പ്രാർത്ഥിക്കാൻ പോവുകയും ഇപ്പോഴും അതുവഴി പോകുമ്പോ കോയിക്കൽ അമ്പലത്തിൽ പോണോന്ന് പറയും. അങ്ങനെ അമ്മ നല്ല വിശ്വാസം. അമ്മയുടെ കൂടെ എല്ലായിടവും പോവാറുമുണ്ട്. ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു. എല്ലാവരുടെയും വിശ്വാസത്തെ ബഹുമാനിക്കുന്നു. ഒരുപാട് സന്തോഷം ചിന്ത ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കാൻ സാധിച്ചാൽ. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു മുൻധാരണ ഉണ്ടായിരിക്കും ചിന്തയെ പറ്റി ആലോചിക്കുന്ന സമയത്ത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ. എനിക്ക് സന്തോഷം ഗദാഫി. കാരണം ഗദാഫിയുടെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം രസമാണ് അത് അവതരിപ്പിക്കുന്നതും. ആ ഒരു വൈബൊക്കെ കുറച്ചു നേരം ആ ഒരു വൈബിൽ പോകാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.